കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ താൽക്കാലിക തൊഴിലാളികളുടെ പണിമുടക്ക് ശക്തമായി തുടരുകയാണ്. 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെയാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ഇപ്പോൾ സമരം ആരംഭിച്ചിട്ട് 6 ദിവസം പിന്നിട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി CITU-വും രംഗത്തെത്തി. ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രം തുറന്നിട്ട് 6 ദിവസമായി. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ വനം വകുപ്പ് തീരുമാനിച്ചതോടെയാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. വനം വകുപ്പിന്റെ തീരുമാനവും തൊഴിലാളി പണിമുടക്കം ബാധിച്ചത് അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികളെയാണ്. ആനക്കൂട് അപകടത്തിന് ശേഷമാണ് 60 കഴിഞ്ഞ തുഴച്ചിൽ തൊഴിലാളികളെ ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള തീരുമാനം വന്നത്. പിന്നാലെ ആനുകൂല്യങ്ങൾ നൽകാതെയുള്ള പിരിച്ചുവിടലിനെതിരെ ദിവസവേതന തൊഴിലാളികൾ സമരം ആരംഭിച്ചു. വനം വകുപ്പ് നടപടിയെ ചോദ്യം ചെയ്ത CITU-വും രംഗത്തെത്തി. കേരളത്തിലെ പല മേഖലകളിൽ 60 വയസ്സിന് പിന്നിട്ട് ഒരു ജോലി എടുക്കുന്നുണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ പല മേഖലയിലും പണിയെടുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എക്കോ ടൂറിസം മേഖലയിൽ ഈ സംസ്ഥാനത്ത് പല ജില്ലകളിലും 60 വയസ്സ് പിന്നിട്ടൊരു ജോലി എടുക്കുന്നുണ്ട്. അപ്പം പൊടുന്നനവേ ഇങ്ങനെ അടവിയിൽ ഈ ഒരു സാഹചര്യം കൊണ്ടുവന്നതിനോട് ഒരു സംഘടനയ്ക്ക് യോജിപ്പില്ല. CITU ശക്തമായി അതിനോട് വിയോജിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ ദിവസം DFO ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാകെ 41 താൽക്കാലിക ജീവനക്കാരാണുള്ളത്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. AV ജയശങ്കർ, 24 പത്തനംതിട്ട.